ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ ഹോമി ഡയറീസ്. ഹോമി ഡയറീസിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ സാൽമോളുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. ജൂൺ 1 ആണ് കുഞ്ഞിന്റെ ബർത്ത്ഡേ, 4th ബർത്ത്ഡേ ആണ്. രാവിലെ തന്നെ നമ്മൾ അമ്പലത്തിലോട്ട് പോവുകയാണ്. നമ്മുടെ വീടിന് തൊട്ടടുത്ത് തന്നെ ഉള്ള ഒരു മഹാവിഷ്ണു ക്ഷേത്രമാണ്. സ്ഥിരമായിട്ട് വരുന്ന ഒരു അമ്പലമാണ് കേട്ടോ. പ്രത്യേകിച്ച് എന്ത് വിശേഷം വന്നാലും ഞാൻ ഇവിടെ തന്നെയാണ് കൂടുതലും വരുന്നത്. കുഞ്ഞുങ്ങളെ കൊണ്ടായാലും മിക്കപ്പോഴും ഇവിടെ ഞാൻ വരാറുണ്ട്. അപ്പോഴേ ഇന്ന് ഞങ്ങൾ എത്തിയപ്പോൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി. ലേറ്റ് ആയത് ഇവര് വെക്കേഷൻ ആയതുകൊണ്ട് ഇപ്പൊ ലേറ്റ് ആയിട്ടാണ് കിടക്കുന്നതും എണീക്കുന്നതും. ഉച്ചക്കൊക്കെ കിടന്നുറങ്ങിയിട്ടെ, അപ്പം എണീറ്റപ്പോഴും ലേറ്റായി. കുഞ്ഞുമോള് എണീറ്റോളൂ, ഞാൻ അടുത്തുനിന്ന് എണീക്കുമ്പോൾ തന്നെ എണീക്കും. സായ്മോൾക്കാണ് കുറച്ച് പാട്. ഇനി സ്കൂളൊക്കെ തുറക്കാറായി, എങ്ങനെയാണ് പോകുന്നത്. ഇനി LKG സായ്മോള്. അപ്പൊ അവരുടെ സ്കൂളിൽ 8 മണിക്ക് ക്ലാസ് തുടങ്ങും. 7:45 കൊണ്ട് എത്തിക്കണോന്നൊക്കെയാണ് പറയണേ. എന്തോ ലേറ്റ് ആയെങ്കിലും ഞങ്ങൾക്ക് ദർശനമൊക്കെ കിട്ടി കേട്ടോ. ചുറ്റി പ്രദർശനവും എല്ലാ നടയിലും ദർശനം കിട്ടി. തിരിച്ച് നമ്മള് ബേക്കറിയിലോട്ട് പോയി കേട്ടോ. കുറച്ച് ചോക്ലേറ്റ്സ് വാങ്ങാൻ എല്ലാവർക്കും കൊടുക്കാനായിട്ടെ. അപ്പൊ അത് വാങ്ങാനായിട്ട് നിൽക്കുകയാണ്. ഓരോന്ന് ആവശ്യപ്പെടും, പക്ഷെ എല്ലാം ഒന്നും വാങ്ങിക്കില്ല. ചോക്ലേറ്റ് മാത്രം വാങ്ങിയിട്ട് ഇറങ്ങി കേട്ടോ. നേരെ വീട്ടിലേക്കാണ് പിന്നെ വന്നത്. നമ്മുടെ ഫംഗ്ഷനൊക്കെ ഈവനിങ് ആണ്. വേറെ വലുതായിട്ടൊന്നുമില്ല, ആരെയും വിളിക്കുന്നുമില്ല. 4th ബർത്ത്ഡേ ആയതുകൊണ്ട് ഒരു കേക്ക് കട്ടിങ് അത്ര തന്നെ. പിന്നെ രാത്രി എന്തെങ്കിലും ഫുഡും. അപ്പൊ വീട്ടിലേക്ക് വന്നിട്ട് ഇവർക്ക് ബ്രേക്ക്ഫാസ്റ്റും കൊടുത്തിട്ട് ഞാൻ ഇവരെയും കൊണ്ട് ഇവരുടെ അച്ഛന്റെ വീട്ടിലേക്ക് പോയി കേട്ടോ. നമ്മുടെ വീടിന് തൊട്ടടുത്ത് തന്നെയാണ്, ഒരു 5 മിനിറ്റ് അത്രേ ഉള്ളൂ. അപ്പൊ അവിടെ ഇന്ന് അമ്മയും അച്ഛനും ഒക്കെ ഉണ്ട്. എല്ലാരും ജോലിക്ക് പോകും. അപ്പൊ ഇന്ന് എല്ലാരും ഉണ്ട്. അപ്പൊ അമ്മയുടെ അടുത്ത് ഞാൻ ഇവരെ കൊണ്ടാക്കി കൊടുത്തു. കാരണം എനിക്ക് ഇനി വേണം ഡെക്കറേഷൻ ഒക്കെ ചെയ്യാൻ. ഇവരുണ്ടെങ്കിൽ എന്നെ സമ്മതിക്കത്തില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് കേക്ക് വാങ്ങാനായിട്ട് ഞാനും എന്റെ അനിയത്തിയും കൂടെ വന്നായിരുന്നേ. ഞാൻ കസ്റ്റമൈസ് ചെയ്ത കേക്കാണ്. അപ്പൊ സാമൊക്കെ സൂപ്പർമാൻ തീം വേണമെന്ന് പറഞ്ഞുകൊണ്ട് അത് തന്നെ ചെയ്തു. പക്ഷെ കേക്കിന് ഇച്ചിരി കളർ കൂടിപ്പോയി. കട്ട് ചെയ്ത നേരത്തെ മാത്രമേ നമ്മൾ അങ്ങനെ ഫോട്ടോയ്ക്ക് വേണ്ടി വെച്ചിരുന്നുള്ളൂ കേട്ടോ. പിന്നെ നമ്മളത് മാറ്റിയായിരുന്നു. എല്ലാം വൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ ഉള്ളിൽ വൈറ്റ് ക്രീം മാത്രമേ വെച്ചിട്ടുള്ളൂ. ഈ ബ്ലൂ എല്ലാം മാറ്റിയായിരുന്നു. കുറച്ച് ഈ കുഞ്ഞുങ്ങൾ ഈ ഫസ്റ്റ് കഴിക്കുന്ന ഇത്ര തന്നെ. പിന്നെ എല്ലാവർക്കും കട്ട് ചെയ്തൊക്കെ കൊടുത്തത് വൈപ്പ് ചെയ്ത് മാറ്റിയതിന് ശേഷമാണ്. അപ്പൊ വേറെ ആരുമില്ല. സായ്മോളുടെ അച്ഛന്റെ അമ്മയും അച്ഛനും അനിയനും അമ്മയുടെ അമ്മയും അച്ഛനും ഇത്ര തന്നെ. പിന്നെ എന്റെ അനിയത്തി ഉണ്ട് കേട്ടോ, അവള് ഹെൽപ്പ് ചെയ്ത് തന്നു. എന്റെ കുഞ്ഞമ്മയുടെ മോള്, അവളാണ് എനിക്ക് ഡെക്കറേഷനുള്ള. ഞാൻ വാങ്ങിയതും ഒരു പാക്കറ്റിൽ ഇങ്ങനെ ഇതായിരുന്നേ. അപ്പൊ എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ ഇവിടെ വന്ന് പൊട്ടിച്ച് നോക്കിയപ്പം അതിൽ കുറച്ചേ ഉള്ളുവായിരുന്നു. ഈ ബാക്കിലെ ഈ കർട്ടൻ ഇല്ലേ അത്. പിന്നെ ഞാൻ അവളെ പെട്ടെന്ന് വിളിച്ചു. അപ്പൊ അവള് കുഞ്ഞുമോയില്ലേ നമ്മുടെ ധനുവിന്റെ ബർത്ത്ഡേക്ക് ഷൂട്ടിന് വേണ്ടി കുറച്ച് ഈ ബ്ലൂ തീമിലുള്ളത് വാങ്ങിയതുണ്ടായിരുന്നു. പിന്നെ അവൾ അതൊക്കെ എടുത്തിട്ട് വന്ന് എങ്ങനെയൊക്കെ ഫൈനൽ മൊമെന്റിൽ നമ്മൾ ഒപ്പിച്ച്. അപ്പൊ നമ്മുടെ വീട് പണി നടക്കുകയാണ്. അപ്പൊ ഉള്ളിലൊന്നും വെച്ച് ചെയ്യാൻ പറ്റത്തില്ല, കുറച്ച് പൊടിയും കാര്യമൊക്കെ ഉണ്ട്, റിനോവേഷൻ വർക്കേ. അപ്പൊ പുറത്ത് സിറ്റ് ഔട്ടിൽ വെച്ചാണ് ചെയ്തത്. ഇതാണ് അച്ചാച്ചനും അച്ചാമ്മയും, അച്ഛന്റെ അമ്മയും അച്ഛനും. സാമളുടെ അച്ഛനും പുറത്താണ്, എന്റെ അനിയത്തി അവളും പുറത്താണ് കേട്ടോ. പിന്നെ ഇത് അമ്മാമ്മയും അപ്പൂപ്പനും. അപ്പം അവര് ഇതിന്റെ ഇടയിൽ കഴിക്കുകയും ചെയ്യുകയാണ്, കൊടുക്കുകയും ചെയ്യണം. ഇതോടെ സായ്മോളുടെ മൂഡ് മാറി കേട്ടോ. പിന്നെ എനിക്കും തന്നില്ല, അനിയനും കൊടുത്തില്ല. പിന്നെ എങ്ങനെയൊക്കെ വീണ്ടും കൺവിൻസ് ചെയ്ത് കൊണ്ട് നിർത്തി ഒക്കെയാണ്. ഒന്ന് വീഡിയോ എടുക്കണം, അമ്മയ്ക്ക് തരുന്നത് മാത്രം വീഡിയോ കിട്ടിയില്ല എന്നൊക്കെ ഇപ്പൊ ഇറങ്ങി പോകുന്നുണ്ട്. പിന്നെ എനിക്ക് സാക്ഷിമോളാണ് കേട്ടോ തന്ന. കുഞ്ഞിന് ഇന്ന് ഒന്നും അറിയത്തില്ലല്ലോ. അതുകൊണ്ട് കുഞ്ഞ് അവിടെ ഇരുന്നതെല്ലാം എടുത്ത് എന്റെ വായി വെക്കുന്നു, ഞാൻ തിരിച്ചു കുഞ്ഞിനോട്. രണ്ടുപേരും നമുക്ക് ഒന്നുപോലെ തന്നെ അല്ലേ. ഒരാളുടെ ബർത്ത്ഡേ ആണെങ്കിൽ രണ്ടുപേരെയും പോലെ തന്നെയാണ്. കുഞ്ഞുവാവയ്ക്ക് ചേച്ചിയുടെ ബർത്ത്ഡേ ആണെന്നൊന്നും അറിഞ്ഞൂടെ. കുഞ്ഞുവാവ പറയുന്ന രണ്ടുപേരുടെയും ബർത്ത്ഡേ എന്നാണ്. അവർക്ക് വേണ്ടി ഞാൻ ഒരു 5 പോപ്സിക്കിൾസും കൂടെ വാങ്ങിട്ടോ. മറ്റേ കാറ്റിന്റെ തീമുള്ള, അത് ഈ ബ്ലൂ ആൻഡ് വൈറ്റ് തന്നെ. അങ്ങനെ സായ്മോളെ പിടിച്ചിട്ട് വന്ന് എനിക്ക് കേക്ക് വന്നു കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് അനിയനെ വിളിക്കുകയാണ്. അവനും കൂടെ കൊടുക്കുന്ന ഒരു വീഡിയോ എടുക്കാനായിട്ട്. അങ്ങനെ എങ്ങനെയൊക്കെ അവനും കൊടുക്കുന്ന ഒരു വീഡിയോ കിട്ടി കേട്ടോ. സായ്മൊക്കെ കുറെ ആകുമ്പോൾ മുഷിച്ചിലൊക്കെ വരും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും കമന്റ് ഷെയറും ചെയ്യണം.